അബ്ദുൽ നാസർ മദനി ജന്മനാട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു. താൻ കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് സ്വന്തം നാട്ടുകാരാണെന്നും നിരപരാധിത്വം തെളിയിച്ച് താൻ തിരിച്ചുവരുമെന്ന് ഭയക്കുന്ന ചിലരാണ് തന്റെ നാട്ടിലേക്കുള്ള യാത്രകൾക്ക് തടസ്സം നിൽക്കുന്നതെന്നും മദനി പറഞ്ഞു. ഒരു വർഷത്തിന് ശേഷമാണ് രോഗബാധിതരായ മാതാപിതാക്കളെ മദനി സന്ദർശിക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വലിയ ആശ്വാസമാണെന്ന് മദനി പറഞ്ഞു. എന്തായാലും ഈ നാടിന്റെ മൊത്തം പിന്തുണ, ജാതിമത ഭേദമന്യേ ഞാൻ ആരാണ് എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ നാട്ടുകാരാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടിട്ടിരിക്കുന്നവരും അവിടുത്തെ ഭരണകൂടങ്ങളൊന്നും അല്ല തീരുമാനിക്കേണ്ടത്, എന്റെ നാടാണ്. ആ നാടിന്റെ പിന്തുണ എനിക്ക് ശക്തമായിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ആ സന്തോഷം നിങ്ങളുടെ മുമ്പിലും പങ്കുവെക്കുകയാണ്. തുടർന്ന് പ്രാർത്ഥനയ്ക്കായി അൻവാർശേരിയിലേക്ക് പോയി. ആവേശത്തോടെയാണ് PDP പ്രവർത്തകരും അൻവാർശേരിയിലെ കുട്ടികളും മദനിയെ സ്വീകരിച്ചത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ താമസിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് അടക്കണമെന്ന് ഞാൻ വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഈ മണ്ണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് കൃത്യം 4 നൂറ്റാണ്ട് മുമ്പാണ് എന്റെ വലതുകാൽ, ഇതേ ദിവസം ഓഗസ്റ്റ് 6-ാം തീയതിയാണ് എന്റെ വലതുകാൽ ഈ മണ്ണിന്റെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്നത്, ഈ അൻവാർശേരിയുടെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്നത്, ബോംബാക്രമണം ഉണ്ടാകുന്നത്. അതെല്ലാം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അൻവാർശേരിയിൽ PDP പ്രവർത്തകരെയും മറ്റ് നേതാക്കളെയും മദനി കാണും. നാളെ ഉച്ചയോടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ട്രെയിൻ മാർഗം മദനി തലശ്ശേരിയിലേക്ക് പോകും. ഈ മാസം 19 വരെ മദനി കൊല്ലത്തുണ്ടാവും. ന്യൂസ് ബ്യൂറോ.